ഇതേടാ നിന്റെ ലളിത. അടിക്കട്ടെ. നിങ്ങക്ക് എന്താ പ്രശ്നം? എന്നെ എന്തിനാ അടിച്ചേ? രണ്ടും കൂടെ എന്നെ ഒഴിവാക്കിയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോവാ. മാധവ് എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാധവ്, സത്യമായിട്ടും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതിന്റെ ജീവിതത്തിൽ ആകെ ഒരു വട്ടം ആകെ കണ്ടിട്ടുള്ളൂ. സത്യം, പ്ലീസ് ഒന്ന് വിശ്വസിക്കും. എന്നെ നയിച്ചോളൂ. സത്യം സത്യം. ഇത്രയും വർഷം നീ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു, ഇന്നും കേൾക്കും. എന്നെ വിശ്വസിപ്പിക്ക്, എന്നിട്ടേ ഞാൻ തീർക്കൂ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാ എന്നെ വിശ്വസിപ്പിക്കടി കോപ്പേ. അഖിലിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടേ. അപ്പോഴാണ് ട്രാൻസ്ഫർ ആയി വന്ന കാര്യം പറഞ്ഞത്. ഒരാഴ്ചക്കുള്ള എങ്ങനെ അടുക്കാനാ? എടി, അടുക്കാനും പിടിക്കാനും ഒരാഴ്ച മതി അല്ലേ? ഇതൊന്നും മനസ്സിലാവണൊക്കെ ഞാനത് പൊട്ടറാ. മാധവ്, ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മാധവ് അറിയില്ലേ? നൈബേഴ്സ് അറിയില്ലേ? അങ്ങനെ ആരെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞോ? കേട്ടോ? എന്തെങ്കിലും ഇല്ലല്ലോ. ഓ, അപ്പൊ നിനക്ക് ആരും അറിയാണ്ട് വരാനും അറിയാം. നമ്മൾ പണ്ട് സ്നേഹിച്ചതും നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും നമ്മുടെ വീട്ടുകാരെല്ലാവരും എതിർത്തിട്ട് നമ്മൾ ഒന്നിച്ച് ജീവിച്ചില്ലേ? നല്ല സന്തോഷത്തിൽ ഒന്നിച്ച് ജീവിച്ചില്ലേ? അതോർക്ക് നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും നമ്മളിതൊക്കെ കണ്ടിന്യൂ ചെയ്തില്ലേ? ഓ, അപ്പൊ കുട്ടികളില്ലാത്തതാണ് നിന്റെ പ്രശ്നം. കഴിക്കുന്ന മരുന്നുകള് ഡിപ്രഷന്റെയാ, പ്രാന്തിന്റെ. അഖിലിന്റെ മെസ്സേജ് എന്റെ ഫോണിൽ കണ്ടു പറഞ്ഞില്ല എത്ര പ്രശ്നം ഉണ്ടാക്കിയേ. ഇതാ നോക്ക്, അഖിലിന്റെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ നോക്ക്. അഖിലിന്റെ നമ്പർ പോലും എന്റെ ഫോണിലില്ല. I'm sorry, Akhil. I'm really sorry. കുഴപ്പമില്ല, പക്ഷെ ഇവിടെ സേഫ് അല്ല. ഇയാളെ വല്ല ഹോസ്പിറ്റലിൽ ആക്കണം. നീ വന്ന് നമുക്ക് പോവാം. ഞാനല്ല, അവനൊറ്റയ്ക്കാക്കിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എടി, ഞാൻ പറയുന്നേക്ക് പോവാന്ന്. അഖിൽ പൊക്കോ, പ്ലീസ് പൊക്കോ. എടി, നിന്റെ ലാസ്റ്റ് ചാൻസ്, നീ വന്നേ. നീയൊക്കെ കൂടി ആ മെസ്സേജും കോണ്ടാക്ട് നമ്പറും ഡിലീറ്റ് ചെയ്താണെങ്കിലോ? രണ്ടും കൂടി എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ? ലളിതേ.